യുവതിയെ ശല്യം ചെയ്തയാളെ വെടിവെച്ച് കൊലപ്പെടുത്തി. താനെയിലെ മുംബ്രയിലാണ് സംഭവം. മലയാളിയായ ജയൻ ശിവാനന്ദൻ നായരാണ് വെടിവെച്ചത്. പരിക്കേറ്റ രണ്ടുപേർ ചികിത്സയിലാണ്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് സംഭവം? മോത്തി, അതായത് മുംബ്രയിലെ കൈലാസ് നഗർ ഏരിയയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യുവതി, അതായത് ഈ ശല്യം വാഴ വെട്ടിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് ഈ വലിയ അക്രമത്തിലേക്ക് കലാശിച്ചത്. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനിടെ ലൈംഗികമായി ഈ യുവതിയെ അധിക്ഷേപിക്കുകയായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വെടിയുതിർത്ത മലയാളിയായിട്ടുള്ള ജയൻ ശിവാനന്ദൻ നായർ, ഇയാൾക്ക് ബാല്യത്തിൽ തന്നെ ഇയാളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു. യുവതിയുടെ അമ്മയാണ് ഇയാളെ സ്വന്തം മകനെ പോലെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഇത് ഈ അക്രമ സംഭവം, ഈ യുവതിക്ക് നേരെ ഈ അധിക്ഷേപം ഉണ്ടായപ്പോൾ ഇയാൾ തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് 3 പേരെ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സമീർ അഹമ്മദ് ഷെയ്ഖ്, അബ്ദുൾ ഹസൻ ഷെയ്ഖ് എന്നിങ്ങനെയുള്ള 2 പേർക്ക് വെടിയേറ്റു. ഇവരുടെ നില ഇപ്പോൾ തൃപ്തികരമാണ്. എന്നാൽ ഇതിനിടെ വെടിയേറ്റ അക്ബർ അബ്ദുൾ ഷെയ്ഖ് എന്ന ആളിലാണ് പിന്നീട് മരണപ്പെട്ടിട്ടുള്ളത്. നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കൽസേഗർ ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റവർ ചികിത്സയിലുള്ളത്. ഇവിടെ തന്നെയാണ് മൃതദേഹവും സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പ്രതിയായ ജയൻ ശിവാനന്ദൻ നായർക്ക് ഈ തോക്ക് കിട്ടിയത് എവിടെ നിന്ന് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. പ്രതി നൽകിയ മൊഴി പ്രകാരം തനിക്ക് ഗുജറാത്ത് അതിർത്തിയിലൂടെ യാത്ര ചെയ്യവെയാണ് ഈ തോക്ക് കളഞ്ഞു കിട്ടിയത്. അന്നു മുതൽ താനിത് സൂക്ഷിക്കുകയായിരുന്നു എന്നും പോലീസിന് ഈ പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ശരി, വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. സ്വന്തം സഹോദരിയായി കണ്ട് ആണ് അത് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഈ പ്രതിയെ ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ അമ്മയാണ് വളർത്തിയത് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് എത്രത്തോളം ഗുരുതരമായ തെറ്റാണ് എന്ന് ആലോചിക്കുക. അങ്ങനെ വെടിയേറ്റ ഒരാളാണ് മരിച്ചത്.